ഇത്രയും നല്ലൊരു പടം കണ്ടിട്ട് അത് ആൾക്കാരിലേക്കൊന്ന് അറിയിക്കാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു സംഭവമായിരുന്നു എൻ്റെ മനസ്സിൽ. ഈ പാട്ടുണ്ടല്ലോ, കൂടെ പിറന്നവർ എന്നുള്ള ആ ഒരു പാട്ട്, ആ പാട്ട് അവരുപയോഗിച്ചിരിക്കുന്ന രീതി അത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ കടന്ന് ഒരു എഡിറ്റ് നടക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോയത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കുറെ ഇമോഷൻസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് സാധനങ്ങളാണ് ഇവരെടുത്തതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഹേ ഗൈസ്, നിങ്ങളുടെ സ്വന്തം KT. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് വാഴ 2 ദ ബയോപിക് ഓഫ് എ ബില്യൺ ബ്രോസ് എന്ന മൂവിയെ കുറിച്ചാണ്. നമുക്കറിയാം ഈ വാഴയുടെ ഒരു കോൺസെപ്റ്റ്, വാഴ എന്നൊരു മൂവി ഫ്രാഞ്ചൈസിന്റെ കോൺസെപ്റ്റ് നമ്മൾ 1 കണ്ടതാണ്. വാഴ 1 നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫാദർ ആൻഡ് സൺ എന്നുള്ള റിലേഷൻഷിപ്പാണ്, അതിന്റെ കൂടെ കുറച്ച് ഫ്രണ്ട്ഷിപ്പും. ഇതിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് സിബ്ലിങ്സിന്റെ ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച്, അവരുടെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നും നല്ല രസമായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര ഇമോഷണൽ ആണ് പടം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ഞാൻ പണ്ട് തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറച്ച് ക്രിയേറ്റേഴ്സ് ആണ് ഈ ആശിറും അലനും അജിനും വിനായകും. അവര് അവരുടേതായ ഒരു ലോകം സൃഷ്ടിച്ചു, അവരുടെ റീൽസും ഉണ്ട്. അവരെ ഒന്ന് പ്രോപ്പറായിട്ട് ഡയറക്ട് ചെയ്തപ്പോൾ അവര് നമുക്ക് വേറൊരു ലെവൽ സാധനം തന്നിരിക്കുന്നത്. ഇതിൽ അജിന്റെ പെർഫോമൻസ് ഉണ്ട്, എന്തൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ അടങ്ങിത്തന്നെ ഇരുന്നിട്ട് ചില സമയത്ത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അത്രയും നേരം അജിന്റെ ഒരു ലെവല് ഒരു ന്യൂട്രലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ ബെന്നി ബ്രോവിന്റെ ഒരു സമയത്തുണ്ടല്ലോ, ഞാൻ ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് ആ ബെന്നി ബ്രോ അജിനായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനില്ല. നമ്മൾ ഒരുപാട് ചിരിച്ച ഒരു സീനാണ് നമ്മൾ റിയൽ ലൈഫിൽ ആ പടക്കം പൊട്ടിച്ചിട്ട് ഓടുന്ന ഒരു അച്ഛന്റെ മറിഞ്ഞു വീഴുന്ന ഒരു ഷോട്ടില് ആ സെയിം സംഭവം ഇതിൽ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് റീൽസ് ആയിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ടപ്പോൾ അത് ഭയങ്കര കോമിക്കലായിട്ടുള്ള പ്ലേസ്മെന്റ് ആയിരുന്നു. പക്ഷെ ഈ സിനിമയിലോട്ട് വന്നപ്പോൾ അത് നമുക്ക് എന്താ പറയുക, നമുക്ക് താങ്ങാൻ പറ്റാണ്ടുള്ള രീതിയിൽ അവർ വെച്ചളഞ്ഞ, ഏറ്റവും കൂടുതൽ സ്നേഹം വാരി എറിഞ്ഞതും അത്രയും സപ്പോർട്ട് ചെയ്തൊരു ഫാദർ ഫിഗർ ഇതിൽ. പിന്നീട് എല്ലാം കൂട്ടിച്ചേർക്കാമെന്ന് വിചാരിച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന ചില വഴക്കുകളുടെ ബാക്കിയുണ്ടല്ലോ, അത് തന്നെ ഈ പടത്തിന്റെ ഒരു ഹൈലൈറ്റ്. അലനും അലന്റെ അനിയത്തിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടല്ലോ, അതിലും പല്ല് തേക്കുമ്പോൾ തുപ്പുന്നതും തിരിച്ചു തുപ്പുന്നതും തമ്മിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷം തരുന്ന ഒരു കോമ്പിനേഷൻ സീനായിരുന്നത്. ഈ വാഴ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതാണ്. ഇങ്ങനെയല്ലേ ടാലൻസിന് യൂസ് ചെയ്യണ്ടേ. ഈ ഹാഷിറും ടീമും അമീനും ടീമും എന്തൊരു പൊട്ടൻഷ്യലായിരുന്നു അറിയോ ആ ഒരു സിനിമയുടെ ഓരോ ഫ്രെയിംസിലും, എന്തോരം അൺലോക്ക് ചെയ്യാൻ പറ്റിയെന്നറിയോ അവർക്ക്. ഇങ്ങനെയല്ലേ പ്രൊജക്ട്സ് വരേണ്ടത്. എന്താ പറയാ, സ്റ്റോറി ടെല്ലിങ്ങിനെയും ഫിലിം മേക്കിങ്ങിനെയും അതിനല്ലേ ഇങ്ങനത്തെ പടങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്. എന്ത് രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ സിനിമയിൽ ഒരു പാട്ടുണ്ടായല്ലോ, ഹൃദയം എന്ന് പറഞ്ഞൊരു പാട്ട്. ആ പാട്ട് നമ്മുടെ മനസ്സിൽ തരുന്നൊരു വിങ്ങലുണ്ടല്ലോ, ആ ഒരു സെയിം സ്കെയിലാണ് രണ്ടാമത്തെ പാട്ടും വെച്ചിരിക്കുന്നത്. അത് ഞാൻ അന്ന് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, കൂടെ പിറന്നവർ എന്ന് പറഞ്ഞ പാട്ട് വന്ന് തീരുന്നിടത്ത് തന്നെ നമുക്ക് ഹൃദയം എന്ന് പറഞ്ഞ പാട്ട് തുടങ്ങാലോ എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പടം നമ്മളെ കാണിച്ച വിഷ്വൽസ് ഉണ്ടല്ലോ, പടം കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ കുറേ വിഷ്വൽസ് നമ്മളെ കണക്ട് ചെയ്ത, നമുക്ക് കൊണ്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിലുണ്ടായ, നമ്മുടെ കൂട്ടുകാരുടെ ജീവിതത്തിലുണ്ടായ കുറേ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ഈ പാട്ടിൻ്റെ കൂടെ നമ്മളങ്ങ് ചേർക്കും. ഇന്ന് നമ്മുടെ സ്വന്തം ഒരു എഡിറ്റ് വരും. അതാണ് ഈ പാട്ടിൻ്റെ ഭംഗി. ഈ ഒരു സിനിമയ്ക്ക് ഇതിൽ കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു വേറെ പാട്ടില്ല. എനിക്ക് ഈ പടം കണ്ടപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് സ്റ്റൈല് എന്ന് പറയാൻ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം, ഇതിൽ 8-9 പാട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ സിനിമ എന്നുള്ളത് 9 മ്യൂസിക് വീഡിയോ പ്ലസ് ഇടയ്ക്ക് കുറച്ച് ബി റോൾസ്, ഒരു മ്യൂസിക് വീഡിയോസിന്റെ ഒരു കൊളാജ് പോലെ. എടുത്തു പറയേണ്ട ഒരാളും കൂടെ ഉണ്ട്, കുറച്ച് റോളേ ഉള്ളൂ. യുറേക്ക സ്റ്റോറീസിലുള്ള ദേവരാജ്, നമ്മുടെ അതിന്റെ ചേട്ടനായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരനാണ് ഇതിൽ OG, എന്താ പറയുക, OG ആയിട്ട് വീട്ടിലെ കടം തീർക്കാനും വീട്ടിലെ അവസ്ഥ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വപ്നങ്ങളും എല്ലാം മാറ്റിവെച്ച് ഒരു അന്യനാട്ടിലോട്ട് പോയത്. വിധി നമ്മളെ ഇങ്ങനെ ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് എനിക്ക് പടം കണ്ടിട്ട് ഇങ്ങനെ അയച്ചായിരുന്നു. എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് മൂവി ആയിരിക്കും 2026 തോന്നുന്നത്. ഒന്നുകൂടി കാണണമെന്നുണ്ട്. പക്ഷെ എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീട്ടില് കുറ്റിയൊക്കെ ഇടിച്ച് അടച്ചിരുന്ന് കണ്ട് കരഞ്ഞ് മെഴുകണമെന്നാണ്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. അവസാനം വരെ അടിപൊളി. അതിന്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ പടം കഴിഞ്ഞിട്ട് ഇത് പോണില്ല. ഇപ്പൊ വരെ നമ്മള് ആ ഒരു ഇതിനങ്ങ് മാറാൻ പറ്റണില്ല. എന്താ എല്ലാരും പറഞ്ഞ പോലെ ഹൃദയം നിറഞ്ഞു, ഹൃദയം മുറിഞ്ഞു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫീൽ. അലനും അവന്റെ സിസ്റ്ററും തമ്മിലുള്ള ഒരു ഫോൺ കോൾ, അതൊക്കെ എൻ്റെ ലൈഫിലും സംഭവിച്ചിട്ടുണ്ട്. ഞാനും ചേട്ടനും തമ്മിൽ, ഞാൻ എൻ്റെ ഒരു ഡിഫിക്കൽട്ട് ഫേസിലൂടെ കടന്നു പോകുന്ന പല സമയങ്ങളിലും ഐ ഹാഡ് ടു കോൾ ഹിം ആൻഡ് യുനോ ഇതുപോലെ കിടന്ന് കരഞ്ഞ് ഹോങ്ങി സംസാരിച്ചിട്ടുണ്ട്. അവിടെയാണ് എനിക്ക് ശരിക്കും ഹിറ്റായത്. എനിക്ക് കണ്ണ് നിറഞ്ഞത് ആ സീൻസാണ്. അപ്പം നമ്മുടെ പേരൻസിന് പോലും ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. എല്ലാ ഏജ് ഗ്രൂപ്പിനും കാണാവുന്ന ഒരു മൂവിയാണ്. എല്ലാവർക്കും ഇത് ഒരു സീനെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. നോട്ട് ജസ്റ്റ് ഫോർ ആ ജനറേഷൻ, പക്ഷെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനൊക്കെ
അത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാര്യം അവരുടെ ഒരു ജനറേഷനൊക്കെയാണ് കൂടുതൽ ഈ വെൽത്തിനും ലാൻഡിനും ഒക്കെ വേണ്ടി ഡിസ്പ്യൂട്ടും പ്രശ്നങ്ങളും അത് കാരണം മിണ്ടാതെ പോയതും നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളൊക്കെ ഉള്ളത്. I would say everyone should watch it. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.